ഗ്ലോറി ടു ഗോഡ്. ലീവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ വരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്ന് റേച്ചൽ സിസ്റ്ററും സൈമൺ ബ്രദറും ചേർന്നാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. ഇവരുടെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് ഇന്ന് ഇവരുടെ 25ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് 2026 ജാനുവരി മാസം 8-ാം തീയതിയിൽ ഈ വെഡിങ് ആനിവേഴ്സറി ഇവരെ ഒരുമിച്ചൊന്ന് അനുഗ്രഹിക്കാൻ കർത്താവേ, ഈ 25 വർഷം ഇവരെ സൂക്ഷിച്ച എല്ലാ വിധങ്ങൾക്കുമായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അതേപോലെ തന്നെ തൻ്റെ അടുത്ത പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ 2 മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. പ്രത്യേകിച്ച് മൂത്ത മകന് അറിയാം, ചില പേപ്പറും കൂടെ തൻ്റെ വിദ്യാഭ്യാസത്തിൽ തിരിച്ച് സപ്ലൈ ആയിട്ട് എഴുതിയെടുക്കാനുണ്ട്. അത് വേഗത്തിൽ ഈ മാസങ്ങളിൽ എഴുതിയെടുക്കുവാനുള്ള വഴിയൊന്ന് തുറക്കണം. അത്ഭുതകരമായ വിടുതൽ അങ്ങ് അയക്കേണ്ടതായിട്ടും, അതേപോലെ ഇളയ മകൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും അടുത്ത തലത്തിലേക്ക് താൻ പോവുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ തൻ്റെ സഹോദരന് വിസ വേഗത്തിൽ ലഭിക്കേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ തൻ്റെ മാതാവിന് ശാരീരികമായൊരു പൂർണ്ണ സൗഖ്യം ലഭിക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ റേച്ചൽ സിസ്റ്ററിന് അവിടെ ഒരു 4 വർഷം കൂടെ വർക്ക് ചെയ്യാനുള്ള വഴി സൗദിയിൽ ദൈവം തുറന്നു കൊടുക്കണം. അതിനുള്ള എല്ലാ വാതിലുകളും വഴികളും സ്വർഗത്തിലെ ദൈവം തുറന്നിരിക്കുന്നതിനായി നന്ദി പറയുകയാണ്. നമുക്ക് ഒരുമിച്ച് ഇത്രയും വിഷയങ്ങൾ ഈ വെഡിങ് ആനിവേഴ്സറി ദിവസം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവ് ഇവരെ അടുത്ത നിലയിലേക്ക് കൊണ്ടുപോകേണ്ടതിനായി പ്രാർത്ഥിക്കാം. കണ്ണുകളൊന്ന് അടയ്ക്കാം. ഒരുമിച്ച് നിങ്ങളും ഈ സമയത്ത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ കണ്ണുകളൊന്ന് അടച്ചാട്ടെ. നമുക്ക് വിശ്വസിക്കാം, വലിയൊരു ദൈവപ്രവൃത്തി വെഡിങ് ആനിവേഴ്സറി സംഭവിക്കാൻ പോകുകയാണ്. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ റേച്ചൽ സിസ്റ്ററിനായും സൈമൺ ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളുടെ മേളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് സമർപ്പിക്കുന്നു. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് യേശുവെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ മകൾക്കും കുടുംബത്തിനുമായിട്ട്, പ്രത്യേകിച്ച് തലമുറയ്ക്കായിട്ട് കർത്താവെ, അവർ 2 പേരുടെയും വിദ്യാഭ്യാസ മേഖലയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാ എതിർപ്പുകളും മാറട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ദൈവത്തിൻ്റെ ഫേവറുകൾ ചലിക്കട്ടെ. അപ്പം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ കർത്താവെ, ഒരു വലിയ വിടുതൽ അവരുടെ ജീവിതത്തിനകത്ത് അയക്കുന്നതിനായി സ്തോത്രം. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നപ്പോൾ ഒരത്ഭുതം സ്വർഗത്തിലെ ദൈവം ഇവർക്ക് ചെയ്യാൻ പോകുന്നതിനായി നന്ദി. കർത്താവെ, ആ മൂത്ത മകൻ്റെ സപ്ലൈ ആയിട്ട് നിൽക്കുന്ന എല്ലാ വിഷയങ്ങളും വേഗത്തിൽ എഴുതിയെടുക്കാനായിട്ട്, ഇളയ മകൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ വാതിലും തുറക്കുന്നതിനായി നന്ദി. കർത്താവെ, സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ ആ വിസ ലഭിക്കേണ്ടതിനായിട്ടും അതേപോലെ തന്നെ വേഗത്തിൽ ആ ദേശത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യാനുള്ള വഴി അങ്ങ് തുറക്കുന്നതിനായി നന്ദി. തൻ്റെ മാതാവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പം അത്ഭുത വിടുതൽ, അത്ഭുത സൗഖ്യം അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതുവരെയും ഈ 2025 മുഴുവൻ നടത്തിയ ദൈവത്തിനായി നന്ദി. 2026 റേച്ചൽ സിസ്റ്റർ ഈ മിനിസ്ട്രിക്കും അനേകർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ, ജോലിയിൽ ഒരു ഉയർച്ച പ്രാപിക്കേണ്ടതിനായി കർത്താവെ, തൻ്റെ ആഗ്രഹം പോലെ 4 വർഷം കൂടെ ആ ദേശത്തിൽ പിടിച്ചു നിൽക്കാനുള്ള വഴി അങ്ങ് തുറക്കണമേ. അപ്പാ, എല്ലാ നിലയിലും മാനിക്കണമേ, എല്ലാ നിലയിലും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നപ്പാ. സ്വർഗം അത് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിക്കുന്ന എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് 2012 മുതൽ അനേകം മീഡിയ മാർഗത്തിലൂടെ സ്വർഗത്തിലെ ദൈവം എന്നെ അനേകർക്കൊരു അനുഗ്രഹമാക്കി തീർത്തു. ഞാൻ വിശ്വസിക്കുന്നത് അത് സാമ്പത്തികത്തിൻ്റെ കൂടുതലല്ല, എൻ്റെ കഴിവിൻ്റെ കൂടുതലല്ല, കർത്താവ് എന്നെ അത്ഭുതകരമായി വിടുവിച്ചതാണ്. അല്ലെങ്കിൽ ഒരു പാരമ്പര്യത്തിൽ നിന്ന് സ്കൂളിൽ പഠിച്ച കാലത്ത് ആ ടീച്ചറിനാൽ ശപിക്കപ്പെട്ട് ആ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തി ജീവിതത്തിനകത്ത് എങ്ങും എത്തത്തില്ലെന്നുള്ള വലിയ ശാപവും ചുവന്ന് മുമ്പോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ യേശുവിനെ ഞാൻ കണ്ടുമുട്ടി. ആ വലിയ വഴിത്തിരിവ് എൻ്റെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹമായി തീർന്നു. ബന്ധുക്കാരും നാട്ടുകാരും ഒരേപോലെ ഉപേക്ഷിച്ച എന്നെ കർത്താവിൻ്റെ വലിയ കൃപയാൽ ആ കരം പിടിച്ച് മുമ്പോട്ട് നടത്തി. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൽ വിളിച്ചു പറയാണ്, ഇതേ നിലയിൽ ഈ മെസ്സേജിൻ്റെ ആരംഭത്തിൽ ആരെങ്കിലുമൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ 2016 ജീവിതത്തിനകത്ത് എങ്ങും എത്തത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രോഗം എൻ്റെ ശരീരത്തിൽ പിടികൂടി. ആ നിലയിൽ ഡോക്ടർമാർ പോലും 30 ദിവസത്തിന് മേളിൽ പോകുമെന്നറിയാതെ നിൽക്കുമ്പോൾ ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയാം, 2016 എന്നെ സൗഖ്യമാക്കിയ കർത്താവ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കാരണം കഴിവല്ല, മിടുക്കല്ല, കർത്താവിൻ്റെ കരമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ
നിങ്ങളോട് ഞാൻ വിളിച്ചു പറയാം, ഈ വചനത്തിന് ശക്തിയുണ്ട്. സാഹചര്യത്തെ നിങ്ങൾ നോക്കരുത്. സാഹചര്യം എപ്പോൾ വേണമെങ്കിലും മാറാം. ഹല്ലേലൂയ. ഇന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന, വഴിയടഞ്ഞ ആ അനുഭവത്തിൽ നിൽക്കുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ നിന്റെ വിലാപം നൃത്തമായി തീരും. നിന്റെ അനുഭവത്തിനകത്ത് വ്യത്യാസം വരും. ഈ ദൈവവചനത്തിന് മാറ്റമില്ല. ഹല്ലേലൂയ. ഈ ദൈവവചനത്തിനകത്താണ് നീ സ്റ്റെപ്പ് വെച്ചിരിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, ആരും മാറ്റി പറയുന്നതല്ല, ഈ ദൈവവചനത്തിന് മാറാൻ കഴിയത്തില്ല. നിന്നെ എത്തിക്കേണ്ടടുത്തും നിനക്ക് വേണ്ടി തുറക്കേണ്ട വാതിലിനകത്തും ഈ ദൈവവചനം ചരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തിന്റെ ശക്തിയെ നാം തിരിച്ചറിയുക. യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയുന്നു, ഈ പ്രവചന പുസ്തകത്തിലെ വചനങ്ങൾ വായിച്ച് കേൾപ്പിക്കുകയും ഇത് കേൾക്കുകയും ഇത് പ്രമാണിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, നിങ്ങളിത് വായിച്ചത് കേൾക്കുകയാണ്. 2, നിങ്ങളിത് പ്രമാണിക്കാൻ തീരുമാനമെടുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചനം വായിക്കുന്ന, ഇത് കേൾക്കുന്ന, ഇത് പ്രമാണിക്കാൻ തീരുമാനമെടുത്തവൻ ദൈവത്താൽ മാനിക്കപ്പെടാൻ പോകുന്നു. കാരണം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ, സഹോദര സഹോദരി, ഇന്ന് ഈ മീഡിയ മാർഗത്തിലൂടെ എന്നെ കാണുന്ന ഓരോ ദൈവമക്കളെയും എൻ്റെ ദൈവം അളവില്ലാതെ സ്നേഹിച്ചു. മടിയിലിരുന്ന പുത്രനെ തന്നുകൊണ്ടാണ് സ്നേഹിച്ചത്. ആ സ്നേഹത്തിന് അതിരുകളില്ല. ഇന്നിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തെ അറിയാതെ ക്രൂശിന് വിരോധിയായി ഞാനിന്നുകളും ജീവിച്ചപ്പോഴും തിരിച്ചു പ്രതീക്ഷിക്കാതെ തന്നെ ആ സ്നേഹത്തിനായിട്ട് നമുക്ക് ആ അഗാപ്പെ ലൗനായി കർത്താവിന് നന്ദി പറയാം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ, എൻ്റെ ദൈവം എന്നെ ആഴമായി സ്നേഹിക്കുന്നു. കൈവിടാത്ത സ്നേഹമാണ്. അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞ ആ വലിയ സ്നേഹത്തിനായി എത്ര പേർ എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് സമർപ്പിക്കും. അറിയാം, ജീവിതത്തിനകത്ത് ആ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് ആ പാദപീഠത്തിൽ നിൽക്കുന്ന ഓരോ ദൈവമക്കളും, യായിറോസ് വന്ന് ആ പാദപീഠമാണ് മുറുകെ പിടിച്ചത്. ഹല്ലേലൂയ. അങ്ങ് വന്ന് എൻ്റെ കൊച്ചുമകൾ, അവൾ ദീനമായി കിടക്കുകയാണ്, അത്യാസന്നത്തിലാണ്, കൈവച്ച് സൗഖ്യമാക്കണമെന്ന് പറഞ്ഞപ്പോൾ യായിറോസിൻ്റെ കൂടെ പോയ കർത്താവ് ഇന്ന് ഈ വിശ്വാസത്തിൽ ഈ പ്രോഗ്രാം കാണുമ്പോൾ, ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്തും യായിറോസിൻ്റെ ദൈവം ചലിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഭവനം ഇപ്പോൾ ഒരു കണ്ണുനീരിൻ്റെ അനുഭവത്തിലാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പ്രതീക്ഷയില്ലാത്ത അനുഭവത്തിനകത്താണെങ്കിൽ, എൻ്റെ യേശു ഇതാ തരിതാക്കുമി എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ച യായിറോസിൻ്റെ മകളെ എഴുന്നേൽപ്പിക്കുന്നത് പോലെ നിന്നെ ആ ഭവനത്തിൽ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് പുതിയ തലങ്ങൾ തുറന്നു തരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരാണെങ്കിൽ അയക്കപ്പെട്ട വചനത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ഇഷ്ടം തികച്ച് അതിൻ്റെ കാര്യം സാധിപ്പിച്ചിട്ട് മാത്രമേ തിരിച്ചു പോകാൻ കഴിയത്തുള്ളൂ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞ വചനത്തിൻ്റെ ശക്തി പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയെങ്കിൽ, പത്രോസിൻ്റെ പടകിനകത്ത് കയറിയിട്ട് പത്രോസിനോട് വലത് സൈഡിലേക്ക് നീട്ടി വലയിറക്കാൻ പറഞ്ഞ അതേ വാക്ക് ആ പടകിനെ നിറച്ചെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ വാക്കുകൾക്ക്, എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിന് മാറുവാൻ കഴിയത്തില്ല. ആ വചനത്തിനകത്ത് സ്റ്റെപ്പ് വെച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവനെ കൈവിടത്തില്ല. കാരണം 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ സാഹചര്യത്തെ അല്ല വിശ്വസിക്കുന്നത്, നമ്മുടെ സത്യത്തെയാണ് വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, സാഹചര്യം നിങ്ങൾക്ക് വലിയ മാരക രോഗമുണ്ടെന്ന് പറയുന്നുണ്ടാകാം, സാഹചര്യം നിങ്ങളുടെ വീട്ടിനകത്ത് കണ്ണുനീരാണെന്ന് പറയുന്നുണ്ടാകാം, പക്ഷെ സത്യം വിളിച്ചു പറയുന്നു, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സത്യം വിളിച്ചു പറയുന്നു, അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ ദരിദ്രനായി തീർന്നു. ഞാനും നിങ്ങളും സമ്പന്നനാകേണ്ടതിന് വേണ്ടി. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ പൗലോസ് അപ്പോസ്തലനിലൂടെ നമ്മോട് സംസാരിക്കുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ തീർത്തു തരും. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. നാളെ എങ്ങനെയായി തീരുമെന്നോ അടുത്ത മാസം എങ്ങനെ പോകുമെന്നോ ഒന്നും ചിന്തിക്കേണ്ട. നാളെ എൻ്റേതല്ല, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവം ഇന്നത്തിൻ്റെ ദൈവമാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി ജീവിക്കുന്നത് കൊണ്ട് അവൻ കരുതുന്നവനാണ്. നിങ്ങൾ കാണാത്തത് ചിലത് അവൻ കരുതുകയാണ്. പത്രോസിന് വേണ്ടി കടലിൽ എത്ര മത്സ്യമുണ്ടെന്ന് ഇന്നുവരെയും ലോകത്തിന് എണ്ണാൻ കഴിഞ്ഞിട്ടില്ല, സയൻസിന് അറിയത്തില്ല. പക്ഷേ പത്രോസിന് വേണ്ടിയുള്ള കരുതൽ ഇതാ ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായിൽ കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് വേണ്ടിയുള്ള കരുതലുകൾ ഈ മണിക്കൂറുകളിൽ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ദൈവത്തിനറിയാം നിന്റെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പിൽ നിന്നെ മാനിക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ. ഇതാ എൻ്റെ ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു, എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മകണ്ണിലൊന്ന് ചലിച്ചാട്ടെ, ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചലിച്ചാട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളത് സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം ഇപ്പോൾ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വാസ്തവമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ ചിലവരുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്, വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുകയാണ്. എൻ്റെ കൂടെ ഒന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഈ സമയത്ത്
വിശ്വാസത്തിൽ പറയുക. വിശ്വാസത്തിൻ്റെ ചലനങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വലിയ വെളിപ്പാടൊന്നുമല്ല, പക്ഷേ വിശ്വസിച്ചുകൊണ്ട് പറയുക, നീ രക്ഷ പ്രാപിക്കുക, നിന്റെ ജീവിതത്തിനകത്ത് മുൻപോട്ട് നീ പോകുക എന്നൊക്കെ ഉള്ള തലങ്ങളാണ്. വിശ്വാസത്തിൻ്റെ പറച്ചിലുകളെ ദൈവം മാനിക്കും. കാരണം ദൈവം തൻ്റെ വാക്കുകൾ കൊണ്ടാണ് ഈ കാണുന്ന സകലതിനെയും ശമയിച്ചത് അല്ലെങ്കിൽ സൃഷ്ടിച്ചത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എബ്രായ ലേഖനം 11-ാം അധ്യായം പറയുന്നു, ദൈവത്തിൻ്റെ വചനത്താലാണ് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ദൈവവചനത്തെ ഏറ്റുപറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ദൈവവചനത്തിൻ്റെ ശക്തിയെ സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ മുതൽ നിങ്ങളെ ഞാൻ ആരംഭത്തിൽ തന്നെ ഒരു കാര്യം ഓർപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞ് നശിക്കാൻ വിളിക്കപ്പെട്ടവരല്ല, പറഞ്ഞ് രക്ഷ പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ആ നിത്യജീവൻ വരെയും മുമ്പോട്ട് പോകേണ്ട അനുഭവമുണ്ട്. ഞാൻ ചാൾസ് സ്പർജൻ പറഞ്ഞ ഒരു പദം ഓർക്കുകയാണ്. ചാൾസ് സ്പർജൻ എന്ന് പറയുന്ന വലിയ ദൈവാസൻ തൻ്റെ ഒരു ബുക്കിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആശുപത്രിയിൽ കിടക്കയിൽ കിടക്കുന്ന ദൈവത്തെ അറിയാത്ത ഒരു മനുഷ്യൻ തന്നെ സന്ദർശിക്കുന്ന തൻ്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കാരോടും എല്ലാം പറയാണ്, ഇനി എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാൻ തീരാൻ പോവുകയാണ്. എന്നാൽ ദൈവത്തെ അറിഞ്ഞൊരു ദൈവവൈതൽ തന്നെ വിസിറ്റ് ചെയ്യുമ്പോൾ തന്നോടും ഈ പറഞ്ഞ വാക്കുകൾ പറഞ്ഞപ്പോൾ ഇതാ ആ മനുഷ്യൻ റിപ്ലൈ ചെയ്യാണ്, ഈ ലോകത്തിൻ്റെ കണ്ണുകൾ ഒരുപക്ഷെ അടഞ്ഞെന്നിരിക്കാം, പക്ഷെ ദൈവത്തെ അറിഞ്ഞൊരു ദൈവവൈതൽ തിരിച്ചറിയേണ്ടത് അവന് വേണ്ടി ഒരു നിത്യജീവൻ ഒരുക്കിയിട്ടുണ്ട്, നിത്യത ഒരുക്കിയിട്ടുണ്ട്. ബ്രദർ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിത്യജീവൻ പ്രാപിക്കുക. നിങ്ങൾ കർത്താവിനെ ഏറ്റുപറയാൻ തയ്യാറാകുക. ഈ ലോകം കൊണ്ട് അവസാനിക്കത്തില്ല ദൈവമക്കൾ. വിശ്വാസമുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെടാൻ കഴിയുമെങ്കിൽ ഇതാ നമ്മൾ ഒരുമിച്ച് നിത്യതയിൽ വീണ്ടും കാണും. ഹല്ലേലൂയ. ഇതാണ് പ്രത്യാശ. വിശ്വാസം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ലോകം കൊണ്ട് അവസാനിക്കത്തില്ലെന്നേ. നമ്മുടെ പ്രതീക്ഷകൾ അവസാനിക്കുന്നതല്ല. കാരണം കല്ലറ കൊണ്ട് അവസാനിച്ചവനെ അല്ല ഞാനും നിങ്ങളും സേവിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കല്ലറയിൽ നിന്ന് മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, മരണമേ നിന്റെ ജയം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ എൻ്റെ കർത്താവാണ് ഇന്നും എനിക്കും നിങ്ങൾക്കും മുമ്പിൽ നിൽക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞവൻ്റെ കരം ഇതാ നിങ്ങളെ തൊടാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്നവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം നിങ്ങൾ തിരിച്ചറിയാൻ പോവുകയാണ്. എത്ര തകർച്ചയിൽ കിടക്കുന്നവനും എത്ര താഴ്ചയിൽ കിടക്കുന്നവനെയും കരം പിടിച്ചുയർത്താൻ ദൈവത്തിന് കഴിയും. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ പറഞ്ഞു തുടങ്ങണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അളവില്ലാത്ത ശക്തി വ്യാപരിക്കുകയാണ്, അളവില്ലാത്ത വലിപ്പം വെളിപ്പെടുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരോട് ഞാൻ വിശ്വാസത്തിൻ്റെ വർധനവിനായിട്ട്, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് വിശ്വാസം പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളതാണ്. വിശ്വാസം പറഞ്ഞുകൊണ്ട് ഉയർന്ന നിലകളിലേക്ക് ദൈവത്തിന്റെ സാക്ഷിയായി തീരുക എന്നുള്ളതാണ്. ആ നിലയിൽ ഈ വിശ്വാസം എങ്ങനെ നമ്മിൽ വർദ്ധിക്കാമെന്നും വിശ്വാസം എങ്ങനെ ചലിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് ചില ഭാഗങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് തൊടുകയാണ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ് റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലുമാണ് വരുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വാസ്തവമായിട്ടൊന്ന് പറഞ്ഞു തുടങ്ങിയാട്ടെ, കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ വചനത്തിന് ശക്തിയുണ്ട്, അങ്ങയുടെ വചനത്തിന് ഞങ്ങളെ ജീവിപ്പിക്കാൻ കഴിയും. അറിയാം, യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ജീവനും ആത്മാവുള്ളതാണ്. ഈ ജീവിപ്പിക്കുന്ന വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളിൽ വിശ്വാസം ചലിക്കാൻ പോവുകയാണ്. 12 വർഷമായ രക്തസ്രാവ സ്ത്രീയോട് ചോദിച്ചാൽ അവൾ വിളിച്ചു പറയും, സാഹചര്യവും വൈദ്യന്മാരും ഞാൻ അവസാനിച്ചെന്ന് പറഞ്ഞെങ്കിലും അവനെക്കുറിച്ചുള്ള കേൾവി എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. അവൾ പറഞ്ഞു, അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ പറഞ്ഞു തുടങ്ങുക. നിങ്ങൾ അസാധാരണമായ എഴുന്നേൽപ്പുകൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മലയെ കണ്ട് നിങ്ങൾ ഭയപ്പെടുന്നവരല്ല, നിങ്ങളിതാ പറഞ്ഞു തുടങ്ങാൻ പോവുകയാണ് അത്ഭുതങ്ങൾ. ഹല്ലേലൂയ. എന്നെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഇപ്പോൾ രോഗത്തിന്റെ അനുഭവത്തിലാണെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയണം, ഞാൻ അത്ഭുതം കാണാൻ പോകുന്ന ആളാണ്. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തിൽ ഒരു സാക്ഷ്യം കേട്ടതിനകത്ത് 4th സ്റ്റേജിലായിരിക്കുന്ന ഒരു ക്യാൻസർ രോഗി. ഹല്ലേലൂയ. അവര് അതറിഞ്ഞപ്പോഴും അവർ അധികം തീരുമാനമെടുത്തു. ആലയത്തിനകത്ത് ഏറ്റവും ഫ്രണ്ടിൽ വന്നിരുന്നു ആരാധനയിലും പ്രാർത്ഥനയിലും ഒന്നുകൂടെ സമർപ്പിച്ചു. ഹല്ലേലൂയ. അവരുടെ ജീവിതം കർത്താവിന് വേണ്ടി ഒന്നുകൂടെ സമർപ്പിച്ചു. അവസാനം ഡോക്ടർ മനസ്സിലാകുന്നില്ല ഈ ക്യാൻസർ ഇവരെ പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം അത്രയും ഹല്ലേലൂയ ഇരട്ടി ബലത്തോടെ അവർ ദൈവത്തിന് വേണ്ടി ചലിക്കാൻ തുടങ്ങി. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്നലകളിൽ അല്ലെങ്കിൽ തൊട്ടും വരെയുള്ള കേൾവികൾ നിങ്ങളുടെ പരാജയത്തിൻ്റെ ആയിരിക്കാം, നിങ്ങളുടെ നാശത്തിൻ്റെതായിരിക്കാം, ഇനി ഒന്നും നടക്കത്തില്ലെന്നുള്ളതായിരിക്കും. പക്ഷേ ഈ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇത് ജീവിപ്പിക്കുന്ന വചനമാണ്, ഇത് ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയതാണ്. അറിയാം, ഇത് ചൈതന്യത്തിന്റെ വാക്കുകളാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ ദൈവത്തിന്റെ വചനത്തിന് നമ്മുടെ മേളിൽ വെളിച്ചത്തെ കൊണ്ടുവരാൻ കഴിയും, നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ ദൈവശബ്ദം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ കാര്യങ്ങൾ
കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. അങ്ങനെ ഒന്ന് എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ. ആ രോഗത്തിൻ്റെ വലിപ്പമല്ല. നമ്മൾ സാധാരണ ഒരു രോഗം നമ്മളിലേക്ക് വന്നാൽ അതിൻ്റെ ആഴത്തിലേക്ക് പോയി ഈ രോഗം കൊണ്ട് ആരെല്ലാം മരിച്ചിട്ടുണ്ട്, ആർക്കെല്ലാം ആണ് ഉപദ്രവം ഉണ്ടായത്, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പക്ഷെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറയണം, ഈ രോഗവും മുഖാന്തരവും ഞാൻ ദൈവത്തിൽ ഉയരാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിനകത്ത് വന്ന അല്ലെങ്കിൽ എല്ലാ സ്റ്റോപ്പുകളും എന്നെ നോക്കി എല്ലാ വിധത്തിലും സ്റ്റോപ്പ് എന്ന് ശത്രു പറഞ്ഞെടുത്ത് എൻ്റെ ദൈവം കരം പിടിച്ചുകൊണ്ട് അത് സ്റ്റെപ്പാക്കാൻ പോവുകയാണ്. ഒരു തിരിവ് വിശ്വസിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ ആ തിരിവിൽ നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവരോട് പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരികയാണ്. ഞാൻ നിങ്ങളെ വിശ്വാസത്തിൻ്റെ കേൾവിയിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. ഞാനിങ്ങനെ ആരംഭത്തിൽ തന്നെ നിങ്ങളെ നോക്കിയത് വിളിച്ചു പറയട്ടെ, മരണവും ജീവനും എൻ്റെയും നിങ്ങളുടെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു എന്ന് സദൃശവാക്യം 18-ാം അധ്യായം വ്യക്തമായി പഠിപ്പിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് പറ, ഞാൻ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്, യഹോവയുടെ നാമത്തെ ഉയർത്താൻ വിളിക്കപ്പെട്ടവയാളാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവരോട് അടുത്തൊരു വചനം നമ്മൾ ഒരുമിച്ചൊന്ന് ചേർന്ന് പ്രസ്താവിക്കാൻ പോവുകയാണ്. 145-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം. മനുഷ്യർ നിന്റെ ഭയങ്കര പ്രവർത്തികളുടെ ബലം പ്രസ്താവിക്കും, ഞാൻ നിന്റെ മഹിമയെ വർണ്ണിക്കും. മനുഷ്യർ നിന്റെ ഭയങ്കര പ്രവർത്തികളുടെ ബലം പ്രസ്താവിക്കും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പറ, ഞങ്ങൾ പ്രസ്താവിക്കുന്നവരാണ്, ഞങ്ങൾ പ്രസ്താവിക്കുന്നവരാണ്. ഞങ്ങളുടെ ദൈവത്തിൻ്റെ വലിപ്പം പ്രസ്താവിക്കും, ഞാൻ നിന്റെ മഹിമയെ വർണ്ണിക്കും. എൻ്റെ കൂടെ നിന്ന് എത്ര പേര് അത് ഒരുമിച്ചൊന്ന് പറയാൻ തയ്യാറാകും? എന്നെ കേൾക്കുന്നവരോട് അതിശയമായൊരു ചിന്ത ഞാനോട് പറയട്ടെ. കാറ്റിന് ചെവിയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, തിരമാലകൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ യേശു പറഞ്ഞു, കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാകുക. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇതാ അതനുസരിച്ചതായി കാണുകയാണ്. ആ വലിയവനായ ദൈവം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? അവരൊരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറയണം, ഇതാ എൻ്റെ മുമ്പിൽ എന്നെ അവസാനിപ്പിക്കുന്ന വിരോധമായി വീശുന്ന ചില കാറ്റുകൾ ഇപ്പോൾ അടങ്ങാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം ഇപ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഒരു സാഹചര്യമില്ല ദൈവാസനെ, എൻ്റെ ജീവിതത്തിനകത്ത് 4 ദിക്കിൽ നിന്നും അസാധാരണമായി എതിരുകളാണെന്ന് പറയുന്ന ആരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? നിങ്ങൾ വിശ്വാസത്തിൽ പറ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വിശ്വാസത്തിൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞു തുടങ്ങുക. ഇതാ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നിന്നെ തൊടാൻ പോവുകയാണ്, നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അതേ നിലയിൽ തന്നെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഇതാ ആ കാറ്റിനെ നിന്റെ സ്റ്റെപ്പാക്കി മാറ്റാൻ പോവുകയാണ്. യേശു കർത്താവ് ശിഷ്യന്മാർ ആ കരഞ്ഞ് നിലവിളിക്കുന്ന ആ തിരമാലയുടെ മുകളിലൂടെ നടന്നു വന്നതുപോലെ എൻ്റെ ദൈവം നിന്നെ ആ പ്രതികൂലത്തിന്റെ മുകളിലൂടെ നടത്താൻ പോവുകയാണ്. എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനൊന്ന് ആത്മാവിൽ അടുത്തൊരു പദം വിളിച്ചു പറയട്ടെ. ജീവിതത്തിനകത്ത് എല്ലാം തീർന്നെന്ന് പറഞ്ഞു നിൽക്കുന്ന പത്രോസിന്റെ പടകിനകത്ത് യേശു കർത്താവ് കയറിക്കൊണ്ട് ആ പത്രോസിന്റെ പടകിനെ ഒരു നിറവാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറ, യേശു പറഞ്ഞു, വലത് സൈഡിലേക്ക് നീട്ടി ആഴത്തിൽ വലയിറക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ചില വാക്കുകളിൽ അസാധാരണ ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ പോകുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നു? എന്നിൽ ദൈവം വസിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മന്ദിരമാണ് എൻ്റെ ശരീരം. അങ്ങനെ വിശ്വസിക്കുന്ന ചിലരെ നോക്കി ഞാൻ ആത്മാവിലൊന്ന് വിരൽ ചൂണ്ടിയിട്ട് പറയുക, നിങ്ങൾ പ്രവാചകാത്മാവുള്ളവരാണ്. നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രവാചകൻ, നിങ്ങളാണ് നിങ്ങളുടെ തലമുറയുടെ പ്രവാചകൻ, നിങ്ങളാണ് നിങ്ങളുടെ മുമ്പോട്ടുള്ള വഴികളെ തുറക്കാൻ പോകുന്നത്. നിങ്ങളെ നോക്കി തന്നെ നിങ്ങൾ പ്രവചിക്കാൻ തുടങ്ങണം. അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയാൻ പറ്റുന്നതിനുണ്ടോ? ഞാനൊരു അത്ഭുതം കാണാൻ പോവുകയാണ്, ഞാനൊരു ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണ്. ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, ഇപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവൃത്തികൾ കാണാൻ പോവുകയാണ്. ഈ മാസം തീരുന്നതിന് മുമ്പേ എനിക്കൊരു അത്ഭുതമുണ്ട്. അതൊന്നും പറയാൻ പറ്റുന്നുണ്ട്. ഈ വർഷം തീരുന്നതിന് മുമ്പേ ഞാനൊരു അത്ഭുതം കാണാം. അത് വിശ്വസിച്ചുകൊണ്ട് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ടെന്ന് പറ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. കാരണം നമ്മൾ ആരാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം പറഞ്ഞാണ് ഈ കാര്യങ്ങളെല്ലാം ഉളവാക്കിയെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലുണ്ടെങ്കിൽ പച്ചവെള്ളം വീഞ്ഞാകുന്നത് ഞാൻ കാണാൻ പോവുകയാണ്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങൾ നീങ്ങി എനിക്ക് വേണ്ടി അത് വഴിയായി തീരുന്നത് ഞാൻ കാണാൻ പോവുകയാണ്. എനിക്ക് മുമ്പിൽ ഫലം തരാതെ നിൽക്കുന്ന അത്തികൾ ഉണങ്ങിപ്പോകുന്നത് ഞാൻ കാണാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ നിങ്ങളുടെ അകക്കണ്ണുകൾ തുറക്കുന്ന രീതിയിൽ ഇപ്പോൾ വിശ്വാസം പറയാൻ തുടങ്ങണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് ചലിക്കാൻ തുടങ്ങട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് വെളിപ്പെടാൻ തുടങ്ങട്ടെ. ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയും, ഏലിയാവിൻ്റെ ആത്മാവാണ് നമ്മുടെ മേളിൽ വ്യാപരിക്കുന്നത്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ളവനെന്ന് വ്യക്തമായി യാക്കോബിന്റെ ലേഖനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അറിയാം, 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ ചിന്തിക്കുകയാണ്. എന്നാൽ ഗിലെയാദിയിലെ തിഷ്പയിൽ നിന്നുള്ള തിഷ്പനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണേ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു.
ഇതാ ഏലിയാവ് ആഹാബിനോട് അധികാരത്തിൽ പറയാണ്, ഞാൻ സേവിച്ചു വരുന്ന എൻ്റെ ദൈവത്താൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഴയും മഞ്ഞും പെയ്യത്തില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും മഴയ്ക്ക് ചെവിയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഏലിയാവിൻ്റെ ശബ്ദത്തിന് മഴയെ അടയ്ക്കാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറ, എൻ്റെ മേളിൽ പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ അധികാരത്താൽ ഞാൻ പറഞ്ഞാൽ ചിലത് സംഭവിക്കും. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ചിലതിനെ വിളിച്ചു വരുത്താൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ അറിയാം, നിങ്ങളുടെ നാശത്തിലേക്ക് പോകേണ്ടവരല്ല, നിങ്ങൾ തീരേണ്ടവരല്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവർത്തികൾ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒന്ന് പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. എത്ര പ്രതികൂല സാഹചര്യമാണെങ്കിലും ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയാം, സാഹചര്യത്തിലല്ല ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ വിശ്വസിക്കുന്നത്. കാരണം സാഹചര്യത്തെ നിയന്ത്രിക്കുന്നത് അവനായിരിക്കും. ഇതാ എലീശ പറയാണ്, നാളെ ഈ നേരത്ത് ഈ ദേശത്തിൻ്റെ സ്ഥിതി മാറാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. നിങ്ങൾ കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, പക്ഷേ ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയാൻ പോവുകയാണ്. നിങ്ങളുടെ വാക്കിനകത്ത് അസാധാരണമായ ദൈവപ്രവർത്തികൾ വിശ്വാസത്തിൽ നിങ്ങളിപ്പോൾ തന്നെ സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുമെങ്കിൽ സ്റ്റെപ്പ് വയ്ക്കണം. അറിയാം, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് ഇതാ അസ്ഥി താഴ്വരയിലേക്ക് കൊണ്ടുവരികയാണ്. അറിയാം, നിങ്ങൾ പറഞ്ഞാൽ അസ്ഥികൾ ജീവിക്കും, നിങ്ങൾ പറഞ്ഞാൽ ദൈവപ്രവർത്തികൾ സംഭവിക്കും. ഇതാ യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് വരികയാണ്. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. 2-ാമത്തെ വാക്യം, അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയിലെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. 3-ാമത്തെ വാക്യം, അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾ നോക്കെ, ഈ 3 വാക്യങ്ങളിൽ പ്രവാചകനെ ഒരു അസ്ഥി താഴ്വരയുടെ നടുവിൽ ദൈവം കൊണ്ട് നിർത്തുകയാണ്. അവ ആ താഴ്വരയിൽ ഏറ്റവും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു എന്ന് പറയുന്നു. ആ ഉണങ്ങിയ അസ്ഥികളെ നോക്കിയാൽ സാഹചര്യം അനുസരിച്ച് ഇത് ഒരിക്കലും ജീവിക്കത്തില്ല. എന്നാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഈ ഡ്രൈ ബോൺസ് ഇതാ ജീവിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണങ്ങിയ അനുഭവങ്ങളെ, ആ സാഹചര്യങ്ങളെ, തീർന്ന അനുഭവങ്ങളെ നിങ്ങൾ പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ചിലത് ജീവിച്ചെഴുന്നേറ്റ് വരാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ സാഹചര്യങ്ങളെ ജയിക്കുന്ന ഒരു അധികാരം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു തിരിവ് സംഭവിക്കാൻ പോവുകയാണ്, അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു മുഴുവൻ പ്രാർത്ഥിക്കുക. ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ, ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. ഞാൻ ഇപ്പോൾ തന്നെ ചിലവരെ കാണുകയാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ രോഗത്തെ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ് ജയിക്കാൻ പോവുകയാണ്. ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ അസാധ്യതകളുടെ നടുവിൽ നിങ്ങൾ കയറി നിൽക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം സംഭവിക്കട്ടെ. ഈ 4-ാമത്തെ വാക്യമാണ് ഏറ്റവും ആഴമുള്ള വാക്യം. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. ഇതാ പ്രവാചകനോട് ദൈവം പറയാണ്, ഈ ഉണങ്ങിയ അസ്ഥികളോട് നീ പ്രവചിച്ചു പറയേണ്ടത്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ തലമുറകളെ നോക്കി നിങ്ങൾ പ്രവചിക്കണം, നിങ്ങളുടെ കുടുംബത്തെ നോക്കി നിങ്ങൾ പ്രവചിക്കണം, നിങ്ങളെ നോക്കി നിങ്ങൾ പ്രവചിക്കണം. എന്നിട്ട് യഹോവയുടെ വചനം നിങ്ങൾ പറയണം. ജീവനുള്ള വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഒരു സഹോദരി ഈ ദിവസങ്ങളിൽ വന്ന് എന്നോട് സാക്ഷ്യം പറയുകയാണ്, അറിയാം, എൻ്റെ അടുക്കളയിൽ ഞാൻ ഈ കേൾക്കുന്ന വചനങ്ങൾ, ഹല്ലേലൂയ, പ്രഭാത മെസ്സേജൊക്കെ കേൾക്കുന്നത് ഞാൻ ഓരോ വചനവും എഴുതി, ഹല്ലേലൂയ, എൻ്റെ ഫ്രിഡ്ജിൻ്റെ മേളിൽ ഒട്ടിക്കും. അറിയാം, എൻ്റെ മുമ്പിൽ വരുന്ന പ്രശ്നത്തെ, പ്രതികൂലത്തിൽ വരുമ്പോൾ ഞാൻ ആ വചനത്തെ നോക്കിയിട്ട് പറയും. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? പാസേ, പറഞ്ഞതും അറിയാം, എഴുതി വെച്ചതെല്ലാം എൻ്റെ ജീവിതത്തിനകത്ത് നന്മയായി തീർന്നു. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അനേക നന്മകൾ ഞാൻ കാണാനിടയായി തീർന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സാഹചര്യത്തിൽ നോക്കാതെ, നിങ്ങൾ സാഹചര്യത്തിൽ വിശ്വസിക്കാതെ ദൈവത്തിൻ്റെ വചനത്തെ പ്രവചിക്കേണ്ടവരാണ്, ദൈവത്തിൻ്റെ വചനത്തെ ഏറ്റുപറയേണ്ടവരാണ്. അത് സംഭവിക്കാൻ പോവുകയാണ്, അത് അത്ഭുതമായി തീരാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ് അത്ഭുതത്തെ കാണാൻ പോവുകയാണ്. നാം രക്ഷ ഏറ്റുപറയേണ്ടത് വാഗൊണ്ട് പറഞ്ഞുകൊണ്ടാണ്. റോമാലേഖനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും
ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. നിങ്ങളത് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞ് വാ കൊണ്ട് ഏറ്റുപറയുക, എൻ്റെ കർത്താവാണ് യേശു. ഇതാ സങ്കീർത്തനം 16-ാം അധ്യായത്തിൽ ദാവീദ് പറയാണ്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് വേറൊരു നന്മയുമില്ല. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തോട് പറയണം, അങ്ങൻ്റെ രക്ഷകനാണ്, അങ്ങൻ്റെ ദൈവമാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുകയാണ്. നിങ്ങളുടെ മുകളിൽ ഒരു രക്ഷകനുണ്ട്. നിങ്ങളെ ഏത് പ്രശ്നത്തിനകത്തും രക്ഷിക്കുന്ന രക്ഷകൻ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് അബ്രഹാമിനെ ഒന്ന് നിങ്ങൾ നോക്കിയേ. അബ്രഹാമിൻ്റെ ഏക സന്തതി ഇതാ അബ്രഹാം യാഗം കഴിക്കാൻ കൊണ്ടുപോവുകയാണ്. ഇതാ അബ്രഹാമിൻ്റെ സന്തതിയായി ഇസഹാക്ക് ചോദിക്കുകയാണ്, അപ്പാ നമ്മുടെ കയ്യിൽ എവിടെയാണ് യാഗമൃഗമുള്ളത്? നമ്മുടെ കയ്യിൽ എവിടെയാണ്? നമ്മുടെ കയ്യിൽ തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, എവിടാണ് യാഗമൃഗമുള്ളത്? പക്ഷേ അബ്രഹാം പറയാണ്, യഹോവ കരുതിക്കൊള്ളും, യഹോവ നോക്കിക്കൊള്ളും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയുന്നത് അത്ഭുത കരുതലിൻ്റെ വാക്കുകളായി തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എത്ര അടഞ്ഞതിനെ നിങ്ങൾ പറഞ്ഞു തുറക്കാൻ പോവുകയാണ്. കർത്താവെ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേക കുടുംബങ്ങളിൽ അസാധാരണ സന്തോഷം വെളിപ്പെടാൻ പോവുകയാണ്, അസാധാരണ വിടുതലുകൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഇതാ ഇവരുടെ ജീവിതത്തിനകത്ത് പറഞ്ഞുകൊണ്ട് ഇവർ അത്ഭുതത്തിലേക്ക് കയറുകയാണ്. അറിയാം, ഇപ്പോൾ തന്നെ ചില വിസകൾ അപ്രൂവ് ആകുന്ന എനിക്ക് കാണാം. ഇപ്പോൾ തന്നെ ദൈവപ്രവർത്തികൾ വെളിപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ വലിയ വാതിലുകൾ തുറക്കുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞേ, ഐ ബിലീവ് സൂപ്പർ നാച്ചുറൽ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ജനത്തെ നോക്കി അനുഗ്രഹിക്കുകയാണ്. ഇവർ നഷ്ടങ്ങൾ കാണേണ്ടവരല്ല, ഇവർ ആദ്യം നശിച്ചു പോകേണ്ടവരല്ല. ഇവരുടെ കുടുംബമായ ഒരു എഴുന്നേൽപ്പ് ഇവരെ വെളിയിൽ സംഭവിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഒരു ദൈവപ്രവൃത്തി ഇവരെ വെളിയിൽ നടക്കുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, യോശുവ ഇതാ സൂര്യനോട് പറയാണ് നിൽക്കാനായിട്ട്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ സൂര്യന് ചെവിയുണ്ടോ ചന്ദ്രൻ്റെ ചെവിയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇതിൻ്റെ വാക്കിൻ്റെ അധികാരത്തിനകത്ത് നീ നന്മകൾ കാണാൻ പോവുകയാണ്. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. എന്നാൽ യഹോവ അമ്മോന്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബിയോനിലും ചന്ദ്ര നീ അയ്യാനുൻ താഴ്വരയിലും നിൽക്കുക എന്ന് പറഞ്ഞു. 14-ാമത്തെ വാക്യം. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിൻപും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ, യോശുവയുടെ വാക്ക് യഹോവ കേട്ടനുസരിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വാക്ക് ദൈവം കേൾക്കും. നിങ്ങളൊരു വലിയ അത്ഭുതം കാണാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ ആ വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യത്തിലേക്ക് നിങ്ങൾ വരാൻ പോവുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കണം. നിങ്ങളൊന്നുകൂടെ ഒരു ഭാഗം ഒന്ന് തൊടുകയാണ്. റൂത്ത് മോവാബി സ്ത്രീയാണ്. വചനത്തിൻ്റെ നിയമപ്രകാരം ഇവൾ ശപിക്കപ്പെട്ടവളാണ്. എന്നാൽ അവളുടെ വാക്കിനകത്ത് അവൾ അത്ഭുതം കാണുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കണം. ഞാൻ വലിയ ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എത്ര പേരുണ്ട്? ഞാൻ ആത്മാവിൽ കാണുകയാണ് ഒരു വലിയ ദൈവപ്രവൃത്തി. ഞാൻ ആത്മാവിൽ കാണുകയാണ് ഒരു എഴുന്നേൽപ്പ്. ഇതാ ആ റൂത്ത് പറയുന്ന വാക്കുകൾ നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കേ. റൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. അതിന് റൂത്ത്, നിന്നെ വിട്ടു പിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണം അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഒരു മോവാബിയ സ്ത്രീ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ ഇടം പിടിക്കുകയാണ്. ഒരു ജാതീയ സ്ത്രീ ഇതാ അത്ഭുതകരമായി ഉയർന്ന നിലയിലേക്ക് വരികയാണ്. ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വലിയ ആഴം കണ്ടവൾ ഇതാ അവളുടെ വാക്കിനകത്ത് പട്ടണത്തിന്റെ അവകാശിയായി തീരുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വാക്കിനകത്ത് അസാധാരണ ജയമുണ്ട്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ പറഞ്ഞു നശിക്കേണ്ടവരല്ല, പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നവരാ, പറഞ്ഞുകൊണ്ട് അത്ഭുതങ്ങളെ കാണുന്നവരാ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി ഇന്നത്തെ ഈ വചനം എന്നോട് ഇടപെട്ടെന്ന് പറയുന്നതിനുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണം കേട്ടോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. വലിയ അത്ഭുതങ്ങൾ നമ്മൾ കാണാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. കണ്ണുകളൊന്ന് അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവർ പറഞ്ഞ അത്ഭുതം കാണാൻ പോവുകയാണ്. ഇവർ പറഞ്ഞ ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണ്. വലിയ ദൈവത്തിൻ്റെ എഴുന്നേൽപ്പുകൾ ഇവർ കാണാൻ പോവുകയാണ്.
പരിശുദ്ധാത്മാവേ, ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഉയർന്ന കരം ഇവർ കാണട്ടെ, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇവർ കാണട്ടെ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ അസാധാരണമായ നന്മകൾ ഇവർ അനുഭവിക്കാൻ പോകുകയാണ്, അസാധാരണ ഫേവറുകൾ ഇവർ കാണാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ വലിയ കാര്യങ്ങൾ കാണട്ടെ, ഇവർ വലിയ ദൈവപ്രവർത്തികൾ കാണട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇപ്പോൾ തന്നെ ഒത്തിരി പേര് സൗഖ്യമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒത്തിരി വാതിലുകൾ തുറന്നിട്ടുണ്ട്. നിങ്ങൾ വിളിക്കാൻ മടിക്കരുത്. വലിയ ദൈവപ്രവർത്തികൾ കാണണം. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.